കാക്കകളുടെ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൾച്ചർ അർത്ഥം വരുന്ന സംസ്കാരമല്ല, ഫ്യൂണറൽ അർത്ഥം വരുന്ന സംസ്കാരം. ഇന്നത്തെ വീഡിയോ കാക്കകളുടെ സംസ്കാരത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. കേലി സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർവിഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. കോർവിഡ് എന്ന് പറയുന്നത് കാക്കകൾ, പിന്നെ ബെലിക്കാക്ക എന്ന് പറയുന്ന റാവൻസ്, മാഗ്പൈസ് ഇതൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഇവരുടെ PhD റിസർച്ച് കാക്കകളുടെ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചായിരുന്നു. ക്രോ ഫ്യൂണറൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാവുന്നതാണ്. പലപ്പോഴും ഇത് നമ്മളും വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാക്ക ചാകാൻ പോവുകയോ അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞോ ഉടനെ തന്നെ മറ്റൊരു കാക്ക അതിനടുത്ത് വന്ന് വാവിട്ട് കരയുന്നതും, പല കാക്കകൾ പല ദിക്കുകളിൽ നിന്ന് പറന്നു വന്ന് അടുത്തുള്ള മരക്കൊമ്പുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മട്ടുപ്പാവിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം പല ദിക്കുകളിലേക്ക് പറന്നു പോകുന്നത്. ഇതിനെയാണ് ക്രോസ് ഫ്യൂണറൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റ് ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ആണ്. അവരുടെ പ്രധാന വർക്ക് എന്ന് പറയുന്നത് എന്തിനാണ് കാക്കകൾ ഇങ്ങനെ കരയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ കൂട്ടമായി പല ദിക്കുകളിൽ നിന്നും പറന്നു വന്ന് ഈ കാക്കേനെ കുറച്ച് നേരം നോക്കിയതിന് ശേഷം പല ദിക്കുകളിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഇവര് ഒരു ചത്ത കാക്കയെ കാണിച്ചതിന് ശേഷം കാക്കയുടെ MRI സ്കാൻ എടുത്തു. സാധാരണഗതിയിൽ നമ്മളൊരു ഫ്യൂണറലിന് പോകുന്ന സമയത്ത് മനുഷ്യർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ചടങ്ങായതുകൊണ്ട് തന്നെ നമ്മുടെ എമിഗ്ഡാല, അതായത് ഇമോഷണൽ സെന്റർ ആണ് ശരിക്കും ലൈറ്റപ്പ് ചെയ്യേണ്ടത്. സോ ഇവരും അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കാക്കകളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ലൈറ്റപ്പ് ചെയ്തത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ബ്രെയിനിന്റെ ഭാഗമാണ്. സോ ഇതിനർത്ഥം ഈ ചത്ത കാക്കയുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടല്ല ഈ കാക്കകൾ പല ദിക്കുകളിൽ നിന്ന് അവിടെ വന്നത് എന്നാണ്. അതായത് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആ സ്ഥലത്തുണ്ട് എന്നാണ് ആദ്യം വാവിട്ട് കരഞ്ഞ കാക്ക ബാക്കിയുള്ള കാക്കകളോട് പറഞ്ഞത്. ഈ ചത്ത കാക്കേനെ കണ്ടതിന് ശേഷം ഈ കാക്കയെ മനസ്സിലാക്കുന്നത് അവിടെ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ലൈറ്റപ്പ് ചെയ്യാനുള്ള കാരണം. ഇതൊന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ അസിസ്റ്റന്റിനെ മുഖംമൂടി ഇട്ടതിന് ശേഷം പാർക്കിൽ സ്ഥിരമായി കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കയ്യിൽ ഒരു ചത്ത കാക്കേനെ കൊടുത്തിട്ട് മറ്റു കാക്കകൾ കാണുന്ന രീതിയിൽ പിടിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഒരു കാക്കയും പറന്നു വന്നില്ല. ഇവിടെയും സംഭവിച്ചത് നേരത്തെ എക്സ്പെരിമെന്റിൽ കണ്ട അതേ കാര്യമാണ്. അതായത് ഇവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് കാക്കകൾ വന്നെങ്കിലും ഈ ചത്ത കാക്കയെ ഇവർ കയ്യിൽ പിടിച്ചതോടുകൂടെ ഇവരെ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിഡേറ്റർ ആയിട്ടാണ് കാക്കകൾ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് പിന്നീട് അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഈ കാക്കകൾ അങ്ങോട്ട് എത്താഞ്ഞത്. നിങ്ങളിത് കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുഖംമൂടി ഇട്ടതിന് ശേഷം മാത്രം ഈ എക്സ്പെരിമെന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ അറ്റാക്ക് ചെയ്തേക്കാം. കാക്കകൾ വളരെ ബുദ്ധിയുള്ള ജീവികളാണ്. നമ്മുടെ തമ്പിൻ്റെ അത്രയും അവരുടെ ബ്രെയിൻ ഉള്ളൂ എങ്കിൽ കൂടെ ഹ്യൂമൻസിൻ്റെ മാതിരി തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ. ചിമ്പാൻസികൾക്ക് ബുദ്ധി കൂടുതലാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം അവർക്ക് നമ്മളായ ഒരുപാട് സാമ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് അവരുടെ ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന് റിംഗ് സ്റ്റാക്കിംഗ് ഗെയിം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും കണ്ടു കാണും, പേര് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സോ ഇങ്ങനത്തെ ഒരു ഗെയിം, അതായത് ആ ഓർഡറിൽ ഓരോ റിങ്ങും ഇടണമെങ്കിൽ ഒരു കുട്ടിക്ക് 1 വയസ്സാവണം എന്നാണ് പറയാറ്. ഇതേ ഗെയിം നമ്മൾ ചിമ്പാൻസിക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അവരത് കൃത്യമായിട്ട് റിങ് സ്റ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് 1 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയുണ്ട് എന്നാണ്. പക്ഷെ മറ്റു ജീവികൾക്ക് ഇങ്ങനൊരു ഗെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും റിങ് സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ പോലെയല്ല അവർ കൈ ഉപയോഗിക്കുന്നത് എന്നുകൊണ്ടാണ്. ഇങ്ങനൊരു കാർട്ടൂൺ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ട്രോളിക്കൊണ്ട് നമ്മൾ കണ്ടു കാണും. പക്ഷേ ഇത് ലിറ്ററലി കറക്റ്റാണ് ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ കാക്കകൾക്കോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയോ ബുദ്ധി പരീക്ഷിക്കുന്ന രീതിയിൽ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് എഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ നിങ്ങളും കേട്ട് കാണും, ചിമ്പാൻസിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു മേജർ എക്സ്പെരിമെൻറ്റ് നടന്നത് സിറ്റുവേഷൻസിനനുസരിച്ച് അവർക്ക് ടൂൾ ഉണ്ടാക്കാനുള്ള
കഴിവ് പരിശോധിച്ചുകൊണ്ടാണ്. അതായത് ചെറു പ്രാണികളെയും ഉറുമ്പുകളെയൊക്കെ മൺകൂനകളിൽ നിന്ന് വടി ഉപയോഗിച്ച് ഇവർ തിന്നുന്നത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാക്കകളും കൈതച്ചക്കയുടെ മുള്ള് ഹുക്കായി ഉപയോഗിച്ചും അല്ലെങ്കിൽ ചെറു ചില്ലകള് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കൊത്തി എടുത്തും ഒക്കെ ഇതുപോലെ ചീയുന്ന മരക്കുറ്റികളിൽ നിന്നും അല്ലെങ്കിൽ മണ്ണിൽ നിന്നും ചെറു പ്രാണികളെയും പുഴുക്കളെയും ഒക്കെ പിടിച്ച് തിന്നാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാക്ക കല്ലിട്ട് വെള്ളം കുടിച്ചത് വെറും ഒരു കഥയാവാൻ സാധ്യതയില്ല. കാക്കകളുടെ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.